ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇസ്മി വൈസൂസ്കൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇളയമ്മയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ കുറെ പേര് ഡൗട്ട്, ഇളയമ്മ ആരാണെന്നൊക്കെ ഇപ്പോഴും ചോദിക്കുന്നവരുണ്ട്. പുതിയ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കാം. അപ്പം എല്ലാവർക്കും ഉള്ള റിപ്ലൈ വീഡിയോ കഴിയുമ്പോഴത്തേക്കും കിട്ടും. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഉച്ചയ്ക്ക് ചെറിയൊരു സദ്യ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇളയമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണം. ഇങ്ങനെ കുറച്ച് പ്ലാനുകളേ ഉള്ളൂ. അപ്പോൾ ഞാൻ വ്ളോഗ് ഷോർട്സ് ഇടാനായിരുന്നു വിചാരിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു എല്ലാവരും പറയാറുണ്ടല്ലോ ലോങ് വീഡിയോ ഇടുന്നത്. അപ്പോൾ ഞാൻ വെച്ചു ഓക്കെ ഇന്ന് ലോങ് വീഡിയോ ഇടാന്നുള്ളത്. വൈശാട്ടമുണ്ടല്ല, ഇന്ന് അച്ഛൻ്റെ കൈക്ക് ചെറിയ സർജറി കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയതാണ് മെഡിക്കൽ കോളേജിൽ. അപ്പം അച്ഛനെ കൊണ്ടുപോയതാണ് വൈശാട്ടൻ. അല്ലുട്ടൻ സ്കൂളിൽ പോയി. ഇതൊക്കെ ശേഷമാണ് ഞാൻ ഈ വ്ളോഗ് എടുക്കാന്നുള്ളൊരു പ്ലാൻ ഉണ്ടാവുന്നത്. അതുകൊണ്ട് അല്ലുട്ടനും വൈശാഖേട്ടനും അച്ഛനൊന്നും ഇപ്പം ഇല്ല, അവരൊക്കെ ഉച്ചയാകുമ്പോഴത്തേക്ക് എത്തും. അപ്പോൾ നമുക്ക് വ്ളോഗിലേക്ക് കിടക്കാം. നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോസ് ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് വ്ളോഗിലേക്ക് പോവാം. താഴോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇളയമയ്ക്ക് ഒരു ബർത്ത്ഡേ വിഷ് കൊടുത്തുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ എല്ലാവരും നമ്മുടെ ഇളയമേനെ ഒന്ന് വിഷ് ചെയ്തോളൂ കേട്ടോ. പിന്നെ പിറന്നാളിൻ്റെ അന്ന് വയസ്സ് പറയാൻ പാടില്ല എന്നാണല്ലോ, അതുകൊണ്ട് ഞാൻ വയസ്സൊന്നും പറയുന്നില്ല. ഇളയമേറാന്ന് കുറേ പേര് ചോദിക്കാറുണ്ട് കേട്ടോ. ഇളയമ്മ വൈശാട്ടിന് അച്ഛമ്മ തന്നെയാണ്. അപ്പോൾ എന്താണ് പിന്നെ ഇളയമ്മ എന്ന് വിളിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അച്ഛൻ രണ്ടാമത് കല്യാണം കഴിച്ചാണ് ഇളയമ്മനെ. വൈശാട്ടിന് അച്ഛമ്മ വൈശാട്ടൻ 7-ോ 8-ലോ എങ്ങാനും പഠിക്കുമ്പോൾ മരിച്ചു പോയതാണ് കേട്ടോ. അതിന് ശേഷമാണ് അച്ഛൻ ഇളയമ്മനെ കല്യാണം കഴിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വരുന്നതിന് മുന്നേ അവരെല്ലാവരും ഇളയമ്മനെ ഇളയമ്മ എന്ന് തന്നെ വിളിക്കാറ്. അപ്പോൾ പിന്നെ ഞാനും അങ്ങനെയായി. അവിടെ ഉമ്മ കൊടുക്കുക ഇളയമ്മയ്ക്ക് ഹാപ്പി ബർത്ത്ഡേക്ക്. അങ്ങനെ നമ്മളെ തുമ്പമ്മയുടെ ഉമ്മയോട് കൂടിയിട്ട് നമ്മൾ ഇളയമ്മേൻ്റെ ബർത്ത്ഡേ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. അല്ലുട്ടൻ രാവിലെ തന്നെ പോയി ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞതിന് ശേഷമാണ് സ്കൂളിൽ പോയത്. അന്നേരം നമ്മൾ വ്ളോഗ് എടുക്കാനുള്ള പ്ലാൻ ഇല്ലായിരുന്നല്ലോ. രാവിലെ ഇന്ന് ഉപ്പുമാവായിരുന്നേ. അപ്പം തുമ്പമ്മയ്ക്ക് ഉപ്പുമാവൊക്കെ കൊടുത്തു. ഞാനും ഇതാ പഴമൊക്കെ കൂട്ടി ഉപ്പുമാവ് കഴിക്കാൻ പോവുകയാണ്. ചില സമയം തുമ്പിക്ക് അവൾ തന്നെ കഴിക്കണം, നമ്മൾ വാരി കൊടുത്താലൊന്നും പറ്റത്തില്ല. ചില സമയമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വാരി കൊടുക്കണം എന്നാൽ നമ്മൾ പിന്നാലെ വരും കേട്ടോ. അപ്പം ഇപ്പം ആൾ അതിനാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാനും ചായ കുടിക്കട്ടെ. എനിക്ക് സത്യം പറയുകയാണെങ്കിൽ നല്ല സൈഡാണ് ഇന്നത്തെ ദിവസം. ഇന്നിപ്പോൾ ഇളയമ്മേൻ്റെ ബർത്ത്ഡേ അല്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ പോയി ചടപടയെ നടന്ന് കിടന്നേനെ. അത്ര എനിക്ക് വയ്യ. ഒന്നാമത് പീരീഡ്സ് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഇത്തവണ ഭയങ്കര എന്താ പറയുക, ഭയങ്കര വേദനയും പിന്നെ മെൻ്റലി ആൻഡ് ഫിസിക്കലി ഭയങ്കര ഡൗൺ ആയിരുന്നു. അതുകൊണ്ട് എന്താ പറയുക, ഞാനിങ്ങനെ പറയായിരുന്നു കേട്ടോ, ആയാലും ടെൻഷൻ ആയില്ലെങ്കിലും ടെൻഷൻ എന്നുള്ളൊരു സാധനത്തിന് ഒരൊറ്റ ആൻസർ പീരീഡ്സ് അല്ലേ. സത്യമാണ് ഗൈസ്. ഇന്നിപ്പോൾ നമ്മുടെ പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു സദ്യ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇളയമ്മയ്ക്ക് നമ്മളെല്ലാവരും ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്, അപ്പോൾ അത് കൊടുക്കണം. പക്ഷേ ഞാൻ വരുമ്പോഴത്തേക്കും അമ്മയും അച്ഛനും കൊടുത്തു കഴിഞ്ഞിരുന്നു, അച്ഛനും കൊടുത്തു കഴിഞ്ഞിരുന്നു. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അച്ഛനൊരു സാരിയാണ് വാങ്ങിച്ചു കൊടുത്തത്. പിന്നെ അച്ഛനും അമ്മയും കൂടെ ഒരു സാരിയാണ് വാങ്ങിച്ചു കൊടുത്തത്. നമ്മൾ വേറൊരു സാരിയാണ് വാങ്ങിച്ചിട്ടുള്ളത്, നമ്മൾ കൊടുത്തിട്ടില്ല, കൊടുക്കണം. അല്ലൂസും വൈശാട്ടിനും ഒക്കെ വരട്ടെ. സംഭവം ഇങ്ങനെ ആഘോഷിക്കണമെന്നും ഇളയമ്മയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ. ഇളയമ്മ പറയുന്നത് എന്തിനാണ് ഇതിപ്പോൾ ഇത്രയും വയസ്സായി ഇനിയിപ്പോൾ പിറന്നാൾ ആഘോഷിക്കാനായിട്ടാന്നൊക്കെയാണ് ഇളയമ്മയുടെ ഡയലോഗുകൾ. പക്ഷെ നമ്മളങ്ങനെ വിടാൻ പറ്റുമോ അല്ലേ. അപ്പോൾ നമ്മൾ ആഘോഷിക്കണം. അങ്ങനെ ആഘോഷിച്ചു. ഇളയമ്മേനെ പറ്റി ഇപ്പം നിങ്ങളടുത്ത് പറഞ്ഞു തരികയാണെങ്കിൽ ഒരുപാട് കാര്യമുണ്ട് കേട്ടോ. ഇളയമ്മ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഇമോഷണൽ പേഴ്സണാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അല്ലുട്ടനെ ഞാൻ പ്രഗ്നൻ്റ് ആയിട്ട് എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകല്ലോ 7-ാം മാസം. അന്ന് ഇവിടെ കരഞ്ഞു തുടങ്ങിയത് ഇളയമ്മയാണ് കേട്ടോ. പിന്നെ ഞാനും അമ്മയും ഇളയമ്മയും കൂടെ കൂട്ടക്കരച്ചിലായിരുന്നു. പിന്നെ കുറേ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ നമുക്കുണ്ടാവുമല്ലോ, നമുക്ക് ചില സമയം നമ്മൾ അമ്മേനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ലൈക്ക് നമുക്ക് പീരീഡ്സ് ആയിട്ട് വയറുവേദന എടുത്ത് കിടക്കുകയായിരിക്കും. അപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും സങ്കടം കൊണ്ട് നമ്മൾ ഇല്ലേ കല്യാണം കഴിഞ്ഞ് പോയ അവിടുന്ന് നമുക്കിപ്പോൾ എത്ര നമ്മുടെ ഫാമിലി നല്ലതാണെങ്കിൽ കൂടിയും നമ്മൾ ചില സമയം വല്ലാണ്ട് നമ്മുടെ അമ്മേനെ മിസ് ചെയ്യുന്ന സമയങ്ങളുണ്ടാവും. ആ സമയം കറക്റ്റ് ഇളയമ്മയ്ക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്നത്. ഇളയമ്മേൻ്റെ അടുത്ത് വന്നിരുന്ന് സംസാരിച്ച് അങ്ങനെ ആ ഒരു റിലാക്സേഷൻ എനിക്ക് ഇളയമ്മേൻ്റെ അടുത്ത് നന്നായി കിട്ടാറുണ്ട് കേട്ടോ. ചില ഡിസിഷൻസ് മനുഷ്യന്മാരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ അത് വളരെ നന്നായിരുന്നു പിൽക്കാലത്ത് നമുക്ക് മനസ്സിലാവുമെന്ന് പറയില്ലേ. അത്തരമൊരു ഡിസിഷൻ ആയിരുന്നു അച്ഛൻ്റെ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഇളയമ്മ എന്നുള്ളത് അച്ഛൻ്റെ നല്ലൊരു ഡിസിഷനായിരുന്നു. അച്ഛമ്മേനെ ഞാൻ കണ്ടിട്ടില്ല. വൈശാട്ടൻ കുഞ്ഞാവുമ്പോൾ തന്നെ അച്ഛമ്മ മരിച്ചുകൊണ്ട് അച്ഛമ്മേനെ എനിക്ക് ഡയറക്റ്റ് അറിയില്ലെങ്കിൽ ഇവരെല്ലാവരും പറഞ്ഞ് എനിക്കറിയാം ഭയങ്കര സ്നേഹമുള്ള ഒരു അച്ഛമ്മയായിരുന്നു എന്നൊക്കെ കേട്ടോ. അപ്പം അങ്ങനെ അറിയുള്ളൂ. എൻ്റെ കണക്കിൽ എനിക്കിപ്പം അച്ഛമ്മയുടെ സ്ഥാനത്ത് ഇളയമ്മ തന്നെയാണല്ലോ. അപ്പം ഇളയമ്മയുടെ അടുത്ത് ഞാൻ അങ്ങനെയാണ് എല്ലാം പറയും കേട്ടോ. അമ്മയുടെ അടുത്ത് സംസാരിക്കുന്ന പോലെ തന്നെയാണ് ഇളയമ്മയുടെ അടുത്ത് സംസാരിക്കുക. നമുക്ക് എന്താ പറയുക, ഇളയമ്മ അവിടെ വീട്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൻ്റെ താളം തെറ്റിയൊരു മട്ടായിരിക്കും. എന്നുവെച്ചാൽ അവിടെ കറക്റ്റ് ഒരു റൊട്ടീൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഇളയമ്മയാണ് സത്യം പറയുകയാണെങ്കിൽ. എന്നുവെച്ചാൽ ഞാനും അമ്മയൊക്കെ അവിടെ ഉണ്ട്, എന്നാലും ഇളയമ്മ ആ ഒരു മുൻകൈ എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു റൊട്ടീനിലേക്ക് ഞങ്ങളും
കൂടെ അങ്ങോട്ട് കയറി നിൽക്കുക ചെയ്യുക. ഇളയമ്മ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എന്തോ ഒരു ഒഴിഞ്ഞ പോലെ കേട്ടോ. ഇളയമ്മ തിരിച്ചു വരുന്നാളാണ് നമുക്കൊരു ഹാപ്പിനെസ്. അച്ഛനെ എസ്പെഷ്യലി അച്ഛന് പിന്നെ എപ്പോഴും ഇളയമ്മ അവിടെ നിൽക്കണം തന്നെയാണ് ഇഷ്ടം. പക്ഷേ ഇളയമ്മ ഇടയ്ക്കൊക്കെ നമുക്ക് നമ്മളെ വീട്ടിൽ പോകണമല്ലോ. അതുപോലെ ഇളയമ്മേനെ വീട്ടിൽ പോകുന്ന സമയത്ത് അച്ഛൻ അയ്യോ ഓൾ വരാനായോ നോക്കി നിൽക്കും. അപ്പം ഞാൻ ഏട്ടനോട് പറയും, കണ്ടോ ഇളയമ്മേനെ വയ്യാതെ കണ്ടോ, അച്ഛൻ എപ്പോഴും സ്നേഹത്തോടെ നടക്കണം, അങ്ങനെ നടക്കണം എന്നൊക്കെ ഞാൻ വെറുതെ തമാശയ്ക്ക് പറയട്ടോ. അങ്ങനെ എല്ലാം കൊണ്ടും എന്തായാലും ഇളയമ്മയ്ക്ക് നല്ല ദീർഘായുസ്സും ആരോഗ്യമൊക്കെ ദൈവം കൊടുക്കട്ടെ അല്ലേ. ഞാനിപ്പോൾ എന്ത് പണിയിലറിയോ, ഇഞ്ചി ഉള്ളി ഒക്കെ നന്നാക്കുകയാണ്. അമ്മമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഒരു ഇഞ്ചിപ്പുളി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പത്തനംതിട്ട പോയപ്പം. അപ്പോൾ അത് ഞാൻ നോക്കി നിന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. അതാകുമ്പോൾ നമുക്ക് കുറച്ച് ദിവസം അതുപോലെ നമുക്ക് കഴിക്കാൻ പറ്റും. ഒരു 3-4 ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ നിൽക്കും അങ്ങനെ. അപ്പോൾ നല്ലതായിരുന്നു കേട്ടോ അന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഉണ്ടാക്കുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിച്ചതാണെങ്കിൽ 10 വട്ടം ഞാൻ അമ്മമ്മേനെ വിളിച്ചിട്ടുണ്ടാവും. അമ്മമ്മേ ഇതങ്ങനെ തന്നെയല്ലേ, അമ്മമ്മേ അതെങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് ഒരു 100 വട്ടം വിളിക്കും ഞാൻ കേട്ടോ. അങ്ങനെ വിളിച്ച് അമ്മമ്മേനോട് ചോദിച്ചാണ് ഞാൻ ഉണ്ടാക്കിയത്. പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. വേറെ ഒരു പരിപാടിയില്ല, നിങ്ങൾ ഉണ്ടാക്കി നോക്ക്. ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ എന്താ ഇഞ്ചിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് എല്ലാം പാടെ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് മൂപ്പിക്കുക എന്നല്ല നിങ്ങളവിടെ പറയാം. നന്നായിട്ടൊന്ന് അങ്ങനെ തന്നെ പറയാം, അതിന് വേറെ എന്താ പറയാമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. പിന്നെ അങ്ങനെ അത് നന്നായിട്ട് ഇങ്ങനെ വഴന്ന് വരുന്ന സമയമുണ്ടല്ലോ, ഒരു ബ്രൗണിഷ് കളർ വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ മസാലകൾ, അതായത് മുളക് പൊടി ഇച്ചിരി മതി കേട്ടോ, എരിവിനനുസരിച്ച് മതി, ഒരു ടീസ്പൂണൊക്കെ മതിയാവും. മുളക് പൊടി, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, ഉപ്പ്, ഇത്രയും സാധനങ്ങളിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ അതിലേക്ക് കുറച്ച് പുളി, കുറച്ച് അത്യാവശ്യം പുളി പിഴിഞ്ഞൊഴിക്കുക. പിന്നെ ശർക്കര ഓൾറെഡി പാനീയം ഉണ്ടാക്കി വെക്കുക. ശർക്കര അങ്ങനെ എന്താ പറയുക, വെള്ളത്തിൽ അലിയിച്ചിറക്കി ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി ഒന്ന് കുറുക്കിയെടുത്തിട്ട് അതും കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്യുക. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഒന്ന് കുറുകി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലൊക്കെ ഇടാം. കറിവേപ്പില വേണേൽ നമുക്ക് ആദ്യം ഇടാം, അല്ലെങ്കിൽ ലാസ്റ്റിലേക്ക് ഇടാം. ഇത്രേ ചെയ്യാനുള്ളൂ. നല്ല അടിപൊളി ഐറ്റം കിട്ടും മക്കളെ, കുറേ ദിവസത്തേക്ക് യൂസ് ചെയ്യാനും പറ്റും. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അമ്മമ്മേൻ്റെ സ്പെഷ്യലാണ്. അപ്പോൾ ഞാനതൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ്, സെറ്റായിരുന്നു. ഈ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിരുന്നോ? സംഭവം ഉണ്ടല്ലോ, എനിക്കുണ്ടല്ലോ ചൂട് വലിയ സീനില്ല. എൻ്റെ കൈ നന്നായിട്ട് എനിക്ക് വലിയ സീനൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാൻ എടുത്ത് നോക്കിയതിന് ശേഷമാണ് അമ്മേൻ്റെ കയ്യിലിട്ട് കൊടുക്കുന്നത്, കണ്ടില്ലേ? പക്ഷേ അമ്മയ്ക്കത് നല്ല പൊള്ളലായിരുന്നു. പക്ഷേ ഞാനത് എക്സ്പെക്ട് ചെയ്തില്ല. കേസ് ഇങ്ങനെ ഒഴുക്കിൽ പോയൊരു വീഡിയോ ആണ്. ഞാൻ നോർമലി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചെയ്ത പരിപാടിയാണ്. എനിക്ക് ചൂടില്ലായിരുന്നു, പക്ഷെ അമ്മയ്ക്ക് ചൂടുണ്ടായിരുന്നു മാത്രം. അങ്ങനെ അപ്പോൾ അമ്മ തുമ്പമ്മേനെ കുളിപ്പിച്ച് കൊണ്ടുപോയതാണ് കേട്ടോ. രാവിലെ 8 മണിയാകുമ്പോൾ അല്ലുട്ടൻ പോകും. നമ്മളെ പണികളൊക്കെ ഒതുങ്ങി തിരിഞ്ഞ് നോക്കുമ്പോൾ ചെങ്ങായി ഇവിടെ എത്തിയിട്ടുണ്ടാവും കേട്ടോ. 12 വരെയൊക്കെ അവന് ക്ലാസ് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് 12:30 ആകുമ്പോഴത്തേക്കും ചെങ്ങായി ഇവിടെ എത്തി. പിന്നെ വന്ന പാടും പഠിക്കുക എന്നുള്ളതിൻ്റെ കുട്ടീൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. നിങ്ങളുടെ മക്കളാർക്കെങ്കിലും ഉണ്ടോ അങ്ങനെ? ഇവൻ വന്ന പാടില്ല, അവന് പഠിക്കാൻ ഭയങ്കര ത്വരയായിരിക്കും. അപ്പോൾ ഞാൻ ഇന്ന് ഇത് പഠിച്ചു അത് പഠിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം എഴുതി കാണിച്ചൊക്കെ തരും കേട്ടോ. പിന്നെ പഠിക്കാൻ വിളിച്ചാൽ വരില്ലെങ്കിലും. ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഇത് എന്താണെന്നല്ലേ, ഞാൻ എൻ്റെ കെട്ടിയോൻ ഇടയെന്ന് അറിയാൻ വേണ്ടി ഒന്ന് നോക്കി നോക്കിയതാണ്. കണ്ടത് ഇതാണ് മക്കളെ, ഇതിന് പണിയെടുക്കാൻ ഭ്രാന്തായിപ്പോയി എന്നാണ് തോന്നുന്നത്. പണിയെടുക്കുക. എവിടെയാണ് പണിയുള്ളത്? നിൻ്റെ അമ്മമ്മേൻ്റെ ബാധ എങ്ങാനും കയറിയെന്ന് തോന്നുന്നു. ഇതിപ്പോൾ എന്താ അറിയോ, കുളം നന്നാക്കണ കേസ്. കുളം കലമ്പായി പോയിണ്ടായിരുന്നു. അപ്പം എവിടേക്കോ വിള്ളലുകളുണ്ടായിരുന്നു, വിള്ളലുകളൊക്കെ അടയ്ക്കുകയാണ്. തേക്കാണ് എന്നർത്ഥം. പിന്നീട് എൻ്റെ കലാകാരി ഉണർന്നു ഗൈസ്. ചെടിയുടെ അപ്പുറത്ത് നിന്നും ചെടിയുടെ ഇപ്പുറത്ത് നിന്നും ഇലേൻ്റെ തുമ്പിൽ നിന്നൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങി കേട്ടോ. ഏട്ടനവിടെ നല്ല അടിപൊളി പാട്ടൊക്കെ കേട്ട് നന്നായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെയുള്ള ചപ്പൊക്കെ വെട്ടി ഇവിടേക്ക് വെളിച്ചം വരുത്തിയിട്ടുണ്ട്. ആക്ച്വലി ഇവിടെ ആകെ ഒരു തണലുള്ള ഒരു ഏരിയ ആയിരുന്നു ഇവിടെ. അപ്പോൾ ഈ ഭാഗത്ത്, ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ തണലുള്ള വീട് ഏതാണെന്ന് വെച്ചാൽ ഞാൻ ഇതാണ് പറയുക കേട്ടോ. അപ്പോൾ അത് ഏട്ടനൊരു ആമ്പലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, അതൊക്കെ വിരിഞ്ഞിട്ടുണ്ട് ഗൈസ്. കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്ത് പോയപ്പോൾ വാങ്ങിച്ചായിരുന്നു. ആ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല അല്ലേ, വേഗം കേട്ടോ. തീരെ വയ്യാത്തതുകൊണ്ടില്ലേ, കുറേ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും എഡിറ്റ് ചെയ്ത് ഇടാനുള്ള സമയം കിട്ടില്ല. പക്ഷേ ഇനി ചടപടേ എന്ന് പറഞ്ഞ എല്ലാ വീഡിയോസും നമുക്ക് ഇടാം കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ആമ്പൽ പൂവണിഞ്ഞിരിക്കുകയാണ്. കണ്ടോ, നല്ല രസമുണ്ടല്ലേ കാണാൻ, നല്ല രസമാണ്. പണിയെടുക്കാനാണ്. പക്ഷെ ഞാൻ സെറ്റാക്കും ഗൈസ്. നിങ്ങൾ പറഞ്ഞ പോലെ ഞാനും ഇനി കുറച്ച് ചെടിയൊക്കെ ഒന്ന് വെച്ച് പിടിപ്പിക്കട്ടെ. കഴിഞ്ഞ കുറേ കമൻറ്റ് ഞാൻ കണ്ടു, ദൃശ്യ നിനക്കും ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ചൂടെ, വൈശാഖിനെ സഹായിച്ചൂടെ എന്നൊക്കെ ചോദിക്കുന്നത് കണ്ടായിരുന്നു. അയ്യോ എൻ്റെ മോനെ അവിടെ പോയി എന്ന് പറഞ്ഞിട്ടാണ് അമ്മ വന്ന് നോക്കുന്നത് കേട്ടോ. അമ്മയ്ക്ക് അമ്പലത്തിലേക്ക് പൂ കെട്ടാനുള്ള ചെമ്പരത്തിയില്ല, ചെമ്പരത്തിയൊക്കെ മൂപ്പര് അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചെമ്പരത്തിൻ്റെ ഒക്കെ കൊമ്പൊക്കെ വെട്ടി അമ്മ അയ്യോ ഇനി അടുത്ത പ്രാവശ്യം മാല കെട്ടാൻ ഞാൻ എന്താക്കും എന്നൊക്കെ ചോദിച്ചിട്ടാണ് ആ നിൽക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ ഇവിടുത്തെ മരത്തിൻ്റെ കൊമ്പൊക്കെ വെട്ടി, എല്ലാ കൊമ്പും വെട്ടി കുളത്തിൻ്റെ അവിടേക്കുള്ളതൊക്കെ സെറ്റാക്കി ഇതാ അടച്ച് എല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് സേട്ടൻ. ഈ കൊമ്പ് വെട്ടി ഉഷാറായിട്ടേ എൻ്റെ അന്നം മുടക്കരുത്, ഇവിടുത്തെ കൊമ്പ് വെട്ടരുത്, എൻ്റെ ലൊക്കേഷൻ അത്.
പക്ഷേ എനിക്കിവിടെ ചെടിയില്ലാന്ന് നിങ്ങൾ കരുതരുത്. ഇത് എൻ്റെ ചെടിയാണ് ഗൈസ്. ഇത് ഞങ്ങളെ കല്യാണത്തിന് മുന്നേ നിശ്ചയമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനൊരു പ്രാവശ്യം വയനാട്ടിൽ പോയി വരുമ്പോൾ ഞാൻ വാങ്ങിച്ചിട്ട് ഞാൻ ഇവിടെ കൊടുത്തേൽപ്പിച്ച ചെടിയാണിത്. ഇതിൽ ഓരോ പ്രാവശ്യം പല കളർ പൂക്കളാണ് ഇടുക കേട്ടോ. പിന്നെ എൻ്റെ കോൺട്രിബ്യൂഷൻ ഇതാണ്, ഒന്ന് അകത്തും ഉണ്ട് കേട്ടോ. പിന്നല്ല അങ്ങനെ കുറച്ച് കോൺട്രിബ്യൂഷൻസ് നമുക്കും ഉണ്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. എന്നെ തേച്ച പോലെ ആയിരിക്കില്ല പൂള് തേക്കുമ്പോൾ കേട്ടോ. തേക്കാൻ ആള് മിടുക്കനാണ് ഗൈസ്. അതുപോലെ എളുപ്പമാണ് പൂള് തേക്കാന്ന് വെച്ചിട്ടാണ് എടുത്ത് തേച്ച് നോക്കുന്നത്. മനസ്സിലായോ? ഞാൻ നിങ്ങൾ തേച്ചപ്പോൾ അങ്ങ് പോയി വെച്ചിട്ട് എല്ലാരും അങ്ങനെ തേക്കുമ്പോഴത്തേ സെറ്റ് ആവില്ല. ഐഫോൺ കേട്ടോ. ഇതെന്താ അത് ശരിയാവണില്ലല്ലോ രമണ. അത് അങ്ങനെയാണോ തേക്കുമ്പോ ആവുക? ആണോ? കുറച്ച് നേരം അവിടെ നിന്ന് ചൊറിഞ്ഞെങ്കിലും ഏട്ടൻ പ്രൊവോക്ഡ് ആയിട്ടില്ല ഗൈസ്. ഓക്കെ, അങ്ങനെ ഞാൻ അവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ കാഴ്ചയൊക്കെ കണ്ട് നിന്ന് ഏട്ടൻ കാര്യമായിട്ടുള്ള തേപ്പിലാണ്. പക്ഷേ ഇതെന്താ എനിക്ക് മനസ്സിലാവില്ല. കുറച്ച് നേരം ഇവിടെ തേക്കിനാണ്, അവിടെ നിർത്ത് ആടെ തേക്കിനാണ്, പിന്നെ ആടെ നിർത്ത് ഇവിടെ തേക്കിനാണ്, എന്തോ ആണ്. ഇങ്ങനെയൊക്കെ തന്നെ ഞാൻ തോന്നുന്നു. അങ്ങനെ ഏട്ടൻ തേക്കട്ടെ ഗൈസ്, നമുക്ക് ബാക്കി പരിപാടികളിലേക്ക് കടക്കണം. ഓക്കെ, അപ്പോൾ ഇല മുറിക്കണം ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഇല മുറിക്കാൻ പോയതാണ്. കുറച്ച് നേരം ഏട്ടൻ വരുമെന്ന് ഞാൻ നോക്കി, പക്ഷേ ഏട്ടൻ വരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. കാരണം അവിടെ കാര്യമായിട്ടുള്ള പരിപാടികളിലാണ്. അപ്പോൾ പിന്നെ ഏട്ടനെ കാത്തു നിൽക്കണ്ട, ഞാൻ തന്നെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു ഞാൻ വേഗം പോയി ഇലയൊക്കെ മുറിച്ചു കേട്ടോ. ഇലയൊക്കെ മുറിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഡാഡീൻ്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നത്. മോളെ, മൈസൂർ പഴത്തിൻ്റെ കൊലയുണ്ട്, ആണിപ്പൂവനുണ്ട്. അതിൽ ആണിപ്പൂവനാണ് നമ്മൾ മുറിക്കേണ്ടത്, മൈസൂരിൻ്റെത് മുറിക്കരുതെന്ന്. എനിക്കെന്ത് മൈസൂർ ആണിപ്പൂവൻ? ഞാൻ വാഴയല്ല, ഞാൻ കണ്ടത് വാഴ. അപ്പോൾ വാഴേൻ്റെ ഇല അത്രയേ ഉള്ളൂ. ഇതിലേതാ മൈസൂർ ആണിപ്പൂവെന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾക്കറിയോ? സത്യസന്ധമായിട്ട് പറയണം കേട്ടോ. നമുക്ക് മുറിക്കുന്ന ഇല ഈ ഇലയെ മുറിക്കാൻ പാടുള്ളൂ, ഇന്ന ഇല മുറിക്കാൻ പാടില്ല എന്നൊക്കെ നിങ്ങൾക്കറിയോ? എനിക്ക് അത്തരം വിവരമൊന്നും ഇല്ലായിരുന്നു കേസ്. ഞാൻ ചാടി വെട്ടിയായിരുന്നു കേട്ടോ. അങ്ങനെ എങ്ങനെയൊക്കെയോ ഒരുവിധം ഇലയൊക്കെ കിട്ടി. ആളെ എണ്ണത്തിന് കണക്കാക്കിയാണ് ഞാൻ ഇലയൊക്കെ മുറിച്ചത് കേട്ടോ. ഒരെണ്ണം എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇലയൊക്കെ മുറിച്ച് ഗൈസ്. നമ്മുടെ ക്യാമറമാൻ അല്ലൂട്ടനാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ പോയപ്പോൾ അല്ലൂട്ടനായിരുന്നു പറയുന്നത്, അയ്യോ അമ്മേനെ കാണാനില്ലാന്ന്. ഞാൻ ഇപ്പോൾ വരടാ, ഞാനിവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കത്തിയോണ്ടൊക്കെ കയ്യോ കാണിച്ച് ഞാനിവിടെ ഉണ്ട് എന്നൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന്. അങ്ങനെ ഒരു വിധത്തിലാണ് ഇലയൊക്കെ മുറിച്ച് ഇനി ഭക്ഷണം കഴിക്കണം. പിന്നെ സദ്യ എൻ്റെ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് എനിക്കാണ് കൂടുതൽ ആക്രാന്തം ഗൈസ്. വൈശാടിനൊക്കെ ബിരിയാണി അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. കണ്ടോ, ചാടി ഒടിക്കണം ഞാൻ. അത് പറഞ്ഞപ്പോഴാ കുറേ പേര് എന്നോട് പറയുന്നത് ഒരു Q&A ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനും വൈശാട്ടും കൂടെ ഒരു Q&A ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് എന്താണ് ചോദിക്കാനുള്ളത്. ഇതിൻ്റെ താഴെയല്ല കേട്ടോ, നമ്മുടെ പോസ്റ്റിന് എൻ്റെ അക്കൗണ്ടിൽ കയറി നോക്കൂ. യൂട്യൂബിൽ തന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ. അതിൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ്. ഇൻസ്റ്റഗ്രാമിലും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിലും കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. കമ്മ്യൂണിറ്റി പോസ്റ്റിലും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിക്കുന്നത് നാളെ ഒക്കെ ആയിട്ട് വീഡിയോ എടുക്കണം എന്നാണ്. അപ്പം അതിൻ്റെ മുന്നേ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മളിനി അമ്മ അവിടെ പപ്പടം കാച്ചുന്നുണ്ട്. നിങ്ങൾ പപ്പടം പൊരിക്കാന്നാണോ കാച്ചാന്നാണോ പറയാം? ഞാൻ കാച്ചാന്നിട്ട് പറയാറ്. അങ്ങനെ അമ്മ അവിടെ പപ്പടം കാച്ചുന്നുണ്ട്. നമ്മളിവിടെ ഫുഡൊക്കെ എടുത്ത് കൊണ്ടേക്കുന്നുണ്ട്. വേറെ ആരും ഇല്ലല്ലോ, കല്യാണിയും ഹെയ്സും അശ്വിനിയും ആരുമില്ല, നമ്മൾ തന്നെയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇനി വേഗം ഇരുന്ന് ഭക്ഷണം കഴിക്കട്ടെ. ഇച്ചിരി വൈകിട്ടുണ്ടോ, 1:45 ആയിട്ടുണ്ടെന്ന് തോന്നുന്നു സമയം. അപ്പോൾ വേഗം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേണം. എനിക്ക് എവിടെയും കിടക്കാൻ സത്യമായിട്ട് നല്ല വേദനയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സൈഡാണ്. പക്ഷെ ഇന്ന് കിടക്കാൻ കഴിയില്ലെന്ന് വേറെയും പ്ലാനുകൾ ഉള്ളത് കൊണ്ട് കിടത്തമൊക്കെ കണക്കായിരിക്കും. ആരൊക്കെയോ ഇളയമയുടെ കൂട്ടുകറീൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഓർമ്മയിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് എവിടെയാണ് ചെയ്തതെന്ന് മനസ്സിലാവണില്ല. ഞാൻ ഇന്നലെ കുറേ ഇരുന്ന് തപ്പിയ ഒരാൾ എനിക്ക് ഇങ്ങനെ കുറേ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുറേ അതിൻ്റെ ലിങ്ക് എടുക്കാൻ വേണ്ടി ശ്രമിച്ച് കുത്തിരുന്ന് തപ്പി നോക്കി, പക്ഷേ ഏടി ഞാൻ കാണുന്നില്ല. നിങ്ങളാരെയും കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് അയച്ചു തരണം കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഓർമ്മയില്ല, അതാണ്. അല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ അതുപോലെ ചെയ്യേണ്ടി വരും. ഇന്ന് നമുക്ക് അടിപൊളി സാമ്പാറുണ്ട്, കൂട്ടുകറി ഉണ്ട്, ഉപ്പേരി, പപ്പടം, ചോറ്, പായസം, പിന്നെ മീൻ കറിയുണ്ട്. അത് അച്ചച്ചൻ്റെ മസ്റ്റാണല്ലോ, മീൻ കറി ഉണ്ട്. പിന്നെ പുളിയിഞ്ചി, അമ്മേ എൻ്റെ പുളിയിഞ്ചിയല്ല ഇഞ്ചിക്കറി അങ്ങനെയൊക്കെയാണ് പറയാം കേട്ടോ. അപ്പോൾ ആ സാധനമുണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടെ വെച്ചിട്ടുള്ളൊരു കുഞ്ഞ് സദ്യയാണ് നമ്മൾ സെറ്റാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് വേഗം വിളമ്പലിലേക്ക് കിടക്കാം. വേഗം വിളമ്പി ആടെ ഇരുന്നിട്ട് കഴിച്ചാൽ മതി എന്നുള്ള അവസ്ഥയായിട്ട് കേട്ടോ. എനിക്കുണ്ടല്ലോ വിശപ്പ് ഒരു 12:30 1 മണിയൊക്കെ ആകുമ്പോൾ തൊട്ട് എൻ്റെ വയറങ്ങനെ വിളിക്കാൻ തുടങ്ങും, വിശക്കണില്ലേ. അപ്പോൾ എനിക്ക് വിശപ്പ് അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കൺട്രോളിൽ നിൽക്കില്ല. എനിക്ക് ചില സമയത്തൊന്നും ഷുഗറൊക്കെ ഭയങ്കര ലോ ആയിപ്പോയോ, എനിക്ക് അങ്ങനെ തീരെ വയ്യാണ്ടായ പോലെ ആവും കേട്ടോ. തീരെ വയ്യാത്ത പോലെ ആയിപ്പോവും, ഭയങ്കര ക്ഷീണമായിരിക്കും വിശപ്പ് വന്നു കഴിഞ്ഞാൽ. ഓക്കെ, പിന്നെ ഇതാ ഇവിടെ തുമ്പമ്മ നല്ല ഉറക്കത്തിലായിരുന്നു അച്ഛൻ്റെ അടുത്ത്. അപ്പോൾ ഇതോളം എണീറ്റിട്ട് അച്ഛൻ അങ്ങോട്ട് വരണ്ടേ, ഞാൻ എണീറ്റുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടാണോ വരിക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ് അടിയൊക്കെ ആയിരുന്നു കേട്ടോ.
അങ്ങനെ തുമ്പമ്മേൻ്റെ ഒരു ഉറക്കം കഴിഞ്ഞ്, അതുകൊണ്ട് ഓളെ ഉച്ചയ്ക്ക് ശേഷത്തെ ഉറക്കത്തിനടുത്ത് തീരുമാനമായി. ഇവിടുത്തെ പണിയൊക്കെ കുറച്ച് ഒതുങ്ങി ഇതാ കൊലായിലേക്ക് പോയി നോക്കുമ്പോഴാണ് മുറ്റമൊക്കെ അതാ വൈശാട്ടം ഫുൾ ക്ലീൻ ആക്കിയിട്ടുണ്ട്. കാടൊക്കെ എടുത്ത് മാറ്റി അപ്പുറത്ത് കൊണ്ടുപോയിട്ടുണ്ട്. ചെടീൻ്റെതൊക്കെ കൊണ്ട് എല്ലാ ചെടിയും എടുത്തിട്ട് ഇതിൻ്റെ തിണ്ടിൻ്റെ മുകളിലേക്ക് കയറ്റി വെച്ചത് ക്ഷീണിതനായിട്ട് ഇരിക്കുകയാണ് ഗൈസ്. ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. കുറേ നേരം ഇതെങ്ങനെ തന്നെ കേട്ടോ വൈശാട്ടനെ ഞാനിങ്ങനെ ഫുഡ് കഴിക്കാൻ ഏട്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ ഏട്ടൻ ഒരു അരമണിക്കൂർ ഇതുവരെ ഇല്ലാത്ത പരിപാടികളായിരിക്കും. വെറുതെ ഞോണ്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും ഒരു അരമണിക്കൂർ കഴിഞ്ഞേ ഏട്ടൻ വരുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ പറഞ്ഞ് ഞാൻ അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് ഏട്ടൻ പ്രാവശ്യം ഗോളടിച്ച് വേഗം പോയി കുത്തിരുന്ന് ദൃശ്യേന്നൊരു 3-4 വിളി വിളിക്കുന്നുണ്ടിരുന്നു. അപ്പോൾ ഇത്തവണ ഞാനാണ് ലേറ്റ് ആയത് നർത്തം. അങ്ങനെ നമ്മളെല്ലാവരും പാടുന്ന ചോറൊക്കെ വിളമ്പി എല്ലാവരും പാടിയിരിക്കാമെന്ന് പറഞ്ഞു. ഇളയമൊക്കെ പിന്നെ ഇരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടും ഇല്ല നമുക്ക് എല്ലാവർക്കും പാടിയിരിക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പാടിയിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടു. അതാണല്ലോ അതിൻ്റെ ഒരു സുഖം. എനിക്കാണെങ്കിലില്ലേ പീരീഡ്സിൻ്റെ സമയമൊക്കെ ആകുമ്പം ഒരുപാട് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായിരിക്കും. എനിക്കിഷ്ടമുള്ള ഇങ്ങനെ മധുരമുള്ള സാധനങ്ങൾ പിന്നെ സദ്യ അങ്ങനത്തെ സാധനമൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ആ ദിവസം തന്നെ സദ്യ കിട്ടിയത് ഞാൻ ഒരുപാട് സന്തോഷവതിയാണ് ഗൈസ്. പിന്നെ ദേഷ്യം വരും, വേഗം ദേഷ്യം വരും, പിന്നെ തീരെ വയ്യാണ്ടാവും. എനിക്ക് ഭയങ്കര തീരെ എനർജി ഇല്ലാത്ത പോലെ ആയിരിക്കും. ഒരു 3-4 ദിവസം ഞാൻ കഴിച്ചു കൂട്ടുക. പെയിൻ ചില സമയത്ത് പെയിൻ ഉണ്ടാവും, ചില സമയത്ത് പെയിൻ ഉണ്ടാവില്ല. അല്ലുട്ടനെ ഞാൻ പ്രസവിച്ചതിന് ശേഷം എനിക്ക് വേദന ഒന്നും ഇല്ലായിരുന്നു. തുമ്പമ്മേനെ ഡെലിവറിക്ക് ശേഷം പിന്നെയും വേദന തിരിച്ച് വന്ന് ഇടയ്ക്ക് നല്ലോണം ഉണ്ടാവും, ഇടയ്ക്ക് കുറവായിരിക്കും. എന്നാലും ആ സമയം എൻ്റെ മൈൻഡ് തീരെ ഓക്കെ ആവില്ല. എനിക്ക് പീരീഡ്സ് ആവാറിന് ഏട്ടന് പേടിയാണ് ഗൈസ്. കാരണം എൻ്റെ മൈൻഡ് അങ്ങനെ ആയിരിക്കില്ല. ഞാൻ എപ്പോഴാണ് ഏട്ടനെ കൊളുത്തേണ്ടത് നോക്കി നടക്കുന്ന പോലെ ആയിരിക്കും. ഏട്ടൻ പിന്നെ എൻ്റെ അടുത്തേക്ക് അധികം വരാറില്ല, കുറച്ച് വിട്ടാണ് നടക്കാറ്. കാരണം വെറുതെ എന്തിനാ അങ്ങനെയൊക്കെയാണ് കേട്ടോ. നിങ്ങളൊക്കെ അവസ്ഥ എന്താണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ആ സമയത്ത് ചിലർ പറയും ഭക്ഷണം കഴിക്കാനേ ഇഷ്ടമല്ല, എനിക്ക് ആ സമയത്ത് ഭക്ഷണം വേണ്ടാന്ന്. എനിക്ക് പക്ഷേ നല്ലോണം ഭക്ഷണം കഴിക്കുന്നതാണ് ആ സമയത്ത് ഇഷ്ടം. പക്ഷെ എന്നാൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, അതാണ് എനിക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് ആ ഒരു 3-4 ദിവസം ആ സമയത്തൊക്കെ എന്താ പറയുക മൈൻഡ് വരാതെ മടുത്ത് കിടക്കുകയായിരിക്കും കേട്ടോ. ആ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോഴും പോണത്. പക്ഷേ ഇളയമേൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസത്തിന് കുറച്ചൊരു അറുതിയുണ്ട് ഗൈസ്. അതന്നെ. അങ്ങനെ നമ്മളിതാ ചോറുന്നാണ്. അല്ലും തുമ്പിയൊക്കെ ഇല ഇട്ടിരിക്കുന്നുണ്ട്. എന്താകുമോ എന്തോ കണ്ടറിയണം. അല്ലൂട്ടൻ എത്ര ഇല ഇട്ട് കൊടുത്താലും എന്താണെങ്കിലും ഞാൻ വാരി കൊടുക്കാതെ ഓൻ്റെ വയലേക്ക് കയറില്ല, എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. തുമ്പി പിന്നെ അതിൻ്റെ ഉള്ളിൽ തൊട്ടും തലോടിയൊക്കെ ഇരിക്കുന്നുണ്ട്. അവരുടെ ഭക്ഷണം കഴിപ്പ് ഭയങ്കര കുറവാണ്, അതാണ് ആകെ ഒരു ടെൻഷൻ കേട്ടോ. ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാം ഗായ്സ്. കണ്ടില്ലേ, ഇന്ന് പയറിൻ്റെ ഉപ്പേരി, കൂട്ടുകറി, പുളിയിഞ്ചി, പപ്പടം, പിന്നെ സാമ്പാറും ഒക്കെ ആയിട്ട് ഒരു ഭക്ഷണം നമുക്ക് കഴിക്കാം. പിന്നെ ഇളയമയുടെ വീട് എവിടെയാണെന്ന് നമ്മൾ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ വീടിൻ്റെ കുറച്ചൊക്കെ അപ്പുറത്തേക്ക് തന്നെയാണ്, പിലാശ്ശേരി എന്ന് പറയും കേട്ടോ. പിലാശ്ശേരി അമ്പലത്തിനടുത്തൊക്കെ ആയിട്ടാണ് ഇളയമേൻ്റെ വീട്. ഞങ്ങളെല്ലാവരും ഈ വീട്ടിലിപ്പം ഞാനും അമ്മയും ഒരേ സ്ഥലത്തു നിന്നാണ്, അതായത് ചെറുപ്പയിലാണ് എൻ്റെ അമ്മേൻ്റെ വീട്. പിന്നെ ഇളയമ പിലാശ്ശേരി, ഇച്ചിരി അപ്പുറത്തേക്കായത് കല്യാണിയേ ഉള്ളൂ. കല്യാണിയാണ് ഇവിടുന്ന് കുറച്ച് ദൂരത്തിലുള്ളത് കേട്ടോ. ബാക്കി എല്ലാവരെയും അമ്മ വീട് അടുത്തടുത്ത് തന്നെയാണ്. അങ്ങനെ അപ്പോൾ നമ്മളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ഞാനും ഏട്ടനും കൂടെ ഡൈനിങ് ഹാൾ ഹുദാന്ന് പറഞ്ഞ് കിടക്കുമ്പോഴാണ് ഇവരുടെ വരവ്. ഇതാരാന്നല്ലേ, ഇത് വൈശാഖേട്ടൻ്റെയൊക്കെ ഒരു കളിക്കൂട്ടുകാരിയുണ്ട്, മോളി ചേച്ചി ചിന്നു, നമ്മുടെ അഞ്ജുവിൻ്റെ അച്ഛൻ്റെ വീടിൻ്റെ തൊട്ട് മുകളിലുള്ള വീടാണ് കേട്ടോ. അപ്പോൾ അവർ ഓണത്തിന് അവരുടെ വീട്ടിൽ നിൽക്കാൻ വന്നത്, അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നതാട്ടോ നമ്മളടുത്തേക്ക്. അങ്ങനെ ഞങ്ങളവിടെ ഞാനൊരു ഒരു ഉണ്ണിമയക്കം പ്രതീക്ഷിച്ച് കിടന്നതായിരുന്നു. അപ്പോഴാണ് ഇവർ വന്നത്. ഇവരെന്താ അറിയോ, അച്ഛനെ പേടിയാണ് ഗൈസ്, പാച്ചച്ഛനെ. അപ്പോൾ പാച്ചച്ഛൻ പറയും, ഇത്രയും സൗന്ദര്യമുള്ള ഒരാളെ കണ്ടിട്ട് ഇവരെന്തിനാ പേടിക്കുന്നതെന്ന്. അച്ഛൻ അതിൻ്റെ ഇടയിൽ കൂടി അച്ഛനെ സൗന്ദര്യം കുത്തി കയറ്റി കേസ്. അച്ഛൻ എന്നിട്ട് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഒക്കെ എന്തി ഒക്കെ ഉണ്ട് കേട്ടോ. ഇവനാണെങ്കിലല്ലോ അച്ഛനെ കാണാനേ പറ്റില്ല. അച്ഛനെ കണ്ട അപ്പം അവൻ കരയും. എന്താണെന്നറിയില്ല, എൻ്റെ അടുത്തേക്ക് വേഗം കയറിയിരുന്നു. വൈശാട്ടിനെ പേടിയില്ല, അതാണ്. അപ്പോൾ വൈശാട്ടൻ കുറച്ച് ആൾ കളിക്കണം, എന്നെ പേടിയുള്ളതെന്നുള്ള മട്ടില്ല കേട്ടോ. തുമ്പമ്മ വേഗം ചിന്നുവിൻ്റെ മേലേക്ക് കയറി കുത്തുന്നുണ്ട്. അല്ലുട്ടൻ പിന്നെ ആര് വന്നാലും ഓരോ മുമ്പിൽ സൈക്കിൾ ഓടിച്ച് കാണിച്ചില്ല, അവന് ഒരു സമാധാനമില്ല ഗൈസ്. വീട്ടിന് മുമ്പിൽ ഇതാ നല്ല ബ്ലോക്കാണ് കേട്ടോ. അവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു കാറ് വന്നിട്ട് പോസ്റ്റിനിടിച്ച് പോസ്റ്റ് പൊട്ടി വീണ് സീനാണ്. ആ സ്ഥലം ഇപ്പോൾ ഫുള്ള് ആക്സിഡൻറ്റ് ഏരിയ ആയിട്ടുണ്ട് കേട്ടോ, സ്കൂളിൻ്റെ മുന്നിൽ. അപ്പോൾ ഇതാ നല്ല ബ്ലോക്കാണ് കേട്ടോ. അങ്ങനെ അതുകൊണ്ട് ഹോണിന് ഞങ്ങൾക്ക് യാതൊരുവിധ ക്ഷാമവുമില്ല. ഞാനിവിടെ വോയിസൊക്കെ കൊടുക്കുന്ന സമയത്ത് ചില ബസ് പോകുമ്പോൾ ഞാൻ പറയും, എന്തൊരു ഹോൺ, അവർക്ക് നല്ലൊരു ഹോൺ വെച്ചുകൂടെ എന്ന്. അങ്ങോട്ട് അടിച്ചാൽ പിന്നെ ആ വളവ് കഴിയുന്നവരെ ഓരോ ഹോണടീന്ന് വെച്ചാൽ മാത്രമേ ഇവിടെ കേൾക്കാണ്ടാവുള്ളൂ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നു കേട്ടോ. ഇവരൊക്കെ ഒരു സെറ്റായിരുന്നു ചെറുപ്പത്തിൽ. വൈശാഖേട്ടൻ, കട്ട, പിന്നെ മോളി ചേച്ചി, ചിന്നു, അഞ്ജു, അച്ചു, അശ്വനി ചേച്ചിയുണ്ട്, അതുല്യ, ഇവരെല്ലാവരും ഈ പറമ്പത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ച കഥയൊക്കെ കേൾക്കാൻ നമുക്ക് നേരമുള്ളൂ. ഇവർ ഓടിക്കഴിഞ്ഞാൽ പിന്നെ തന്നെ അവർക്ക് പറയാനും ഉണ്ടാവുള്ളൂ. പിന്നെ ആ സമയത്ത് ഞാൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പിന്നെ എനിക്ക് കുറുക്കെന്ന് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ അത് അച്ഛനെ ഇഷ്ടമില്ലാത്തവൻ അച്ഛനെ തള്ളിക്കളയാണ് കേട്ടോ അവൻ. പക്ഷേ അച്ഛൻ പിന്നെയും വരും. ഞാൻ എന്നിട്ട് അച്ഛനെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുക, തെക്കിനകത്ത് കുതിര കളിക്കൂല ഇങ്ങനെ, അതുപോലെയാണ് അച്ഛൻ കളിക്കുന്നത് കണ്ടോ. അങ്ങനെ അപ്പോൾ എന്തായാലും
ചെക്കൻ ഇവിടെ വന്നിട്ട് അച്ഛന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് കമ്പനി ആയിട്ടാ. അവന് കുറച്ചൊരു ടൈമേ വേണ്ടി വന്നുള്ളൂ. പിന്നെ അച്ഛൻ ഇങ്ങനെ അവൻ്റെ കൂടെ കളിച്ച് പിന്നെ ഒന്ന് കമ്പനിയായി വന്ന്. അതിൻ്റെ ഇടയിൽ നല്ലൊരു കറണ്ട് പോക്ക് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫോണൊക്കെ ഓഫായിപ്പോയി. അതുകൊണ്ടാണ് ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വന്നത്. ഞങ്ങൾ അവിടെ പിന്നെ കിടന്നുറങ്ങാമെന്നൊക്കെയുള്ള പ്ലാൻ ഇട്ടത് അതുകൊണ്ടാണ്. കറണ്ടില്ലായിട്ട് ഫോണ് അപ്പുറത്തുകൊണ്ടുപോയി ചാർജിലിട്ടിച്ചിട്ട് ഏട്ടൻ ഇങ്ങോട്ട് വന്നതായിരുന്നു കേട്ടോ. കാരണം പോസ്റ്റ് പൊട്ടിയല്ലോ, പിന്നെ കറണ്ട് ഉണ്ടാവില്ലല്ലോ. അങ്ങനെ കണ്ടോ അച്ഛനായിട്ട് കുറച്ചൊക്കെ ഒന്ന് കമ്പനിയായി. അച്ഛൻ്റെ കയ്യിൽ പടച്ചട്ടൊക്കെ കണ്ട് കുട്ടി നോക്കണേ. ഇനി നമ്മൾ ഉറങ്ങാൻ കിടന്നു എന്നുള്ളത് ശരി, പക്ഷേ വലിയ ഉറക്കം നടക്കൂല എന്നുള്ളത് ആദ്യം അറിയായിരുന്നു. കാരണം നമുക്കൊരു സ്ഥലത്ത് പോകാനുണ്ട്. എനിക്ക് എന്ത് സ്റ്റിച്ച് ചെയ്യാനുണ്ടെങ്കിലും എന്തിനാണെങ്കിലും അല്ലേ അപ്പുറത്ത് പോകണം കേട്ടോ. അതായത് എൻ്റെ വീടിന് ആ ഭാഗത്ത് രജിതേച്ചീൻ്റെ അടുത്താണ് പോവാറ്. ഒന്ന് ഷേപ്പ് ആക്കാനാണെങ്കിൽ പോലും ഞാൻ അവിടെ പോവാറ്. കാരണം ചേച്ചി ചെയ്താലേ എനിക്കൊരു പെർഫെക്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ എപ്പോഴും ഞാൻ അവിടെ തന്നെ ചെയ്യാറ്. അങ്ങനെ അപ്പോൾ വൈശാഖേട്ടൻ ഒരു പണി കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചാലും നടക്കാറില്ല. പക്ഷേ കുട്ടികളൊക്കെ വിചാരിക്കുമ്പോൾ നന്നായി നടക്കുന്നുണ്ട്. ഏട്ടനെ ഇങ്ങനെ എടുത്തെടുത്ത് തിയേറ്റർ മതിയായിട്ടാ. അങ്ങനെ ചെക്കൻ നന്നായി കളിക്കുന്നുണ്ട്. ഐറിസ് എന്നാണ് ഇവൻ്റെ പേര് കേട്ടോ. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ വെറൈറ്റി പേരുകളാണല്ലേ. പിന്നെ ഇനിയിപ്പോൾ ഞങ്ങൾ മോൾ ചേച്ചിയും പിന്നെ ചിന്നും ഒക്കെ പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ മെല്ലെ ഇവിടെ നിന്ന് ഇറങ്ങും. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം. പിന്നെ അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. 2-3 അടി ആരാ മോനെ? ഇവിടെ ഏട്ടൻ അനിയത്തിയും കൂടെ എന്തൊക്കെയോ ചെയ്യാനിട്ട് ആ പെണ്ണിനെ അതിൽ ഇരുത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടിക്കുക എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. കണ്ണ് തെറ്റിയാൽ എന്താ ഒപ്പിക്കേണ്ടത് നോക്കി നടക്കണം രണ്ടാൾക്കാരും. അതുകൊണ്ട് ഒരാളെ എപ്പോഴും ഇവരെ എടുത്താക്കണം, എന്നാലേ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുള്ളൂ. വൈശാഖേട്ടൻ പിന്നെ അത് അടുത്ത പരിപാടിയിലേക്ക് കടന്നു കേട്ടോ, ചെടി നനയ്ക്കൽ. ഓക്കെ, ഇനി ആ ചെടിയൊക്കെ നനച്ച് ഏട്ടൻ പോകുമ്പോഴത്തേക്ക് ഇത് സെറ്റാക്കും എന്ന് ഏട്ടൻ ഉറച്ച വാശിയിലാണ്. അത് കഴിഞ്ഞ് മെയിൻ്റനൻസ് എങ്ങനെ ചെയ്തില്ല എന്നെ ശരിയാക്കും എന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഗായ്സ് പോകണം, അതാണ് ഇപ്പം എനിക്കാണെങ്കിൽ തീരെ വയ്യട്ടോ. പക്ഷേ എനിക്ക് നിവൃത്തി കിട്ടിയിട്ടാണ് ഞാൻ പോകുന്നത് സത്യം പറയുകയാണെങ്കിൽ. കാരണം നമുക്ക് പ്രൊമോഷനും കൊളാബിൻ്റെ ഒക്കെ വന്നത് ഷെയ്പ്പാക്കാനും അങ്ങനെയൊക്കെ കുറച്ച് പണികളുണ്ട്. അപ്പോൾ അത് നമ്മൾ അവിടെ ഇട്ടിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടാവരുതല്ലോ. അതുകൊണ്ടാണ്. എന്നിട്ട് തന്നെ ഞാനിപ്പം ഈ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയൊരു ലാഗ് വന്നു. ഇവർ രണ്ടുപേരും ഇളയമേനെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ, ഇളയമയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അല്ലും തുമ്പിയും കൂടെ അത് ഇളയമയ്ക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട്. ഒരു സാരിയാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇളയമ എന്തിനാണ് ഇതൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇത് ഇളയമയ്ക്ക് നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുത്ത് ഇനി ഇവരെ രണ്ടാളെ റെഡി ആക്കിയിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. എങ്ങനെ റെഡിയാവോ എന്തോ, ഇനി ഞാൻ റെഡി ആവണം അവർ റെഡിയാക്കണം. അപ്പോൾ പോയി വരാം ഗൈസ്. തുമ്പമ്മയ്ക്ക് ഞാൻ ഈ ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടോ, വയ്യാതെ ഞാൻ ഏതോ എടുത്തിട്ട് കൊടുക്കട്ടെ അങ്ങനെ എടുത്തിട്ട് കൊടുത്തന്നെ. അപ്പോൾ വൈശാട്ടൻ പറഞ്ഞാൽ അയ്യത് രസമല്ല എന്നിട്ട് ഏട്ടനത് മാറ്റാൻ പോവാണ്. എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. എനിക്ക് വയ്യാത്തതുകൊണ്ട് തന്നെ എനിക്കതിലൊന്നും ഒരു കുഴപ്പവും തോന്നൂല ഗൈസ്. ഈ ഒരു സമയത്ത് എസ്പെഷ്യലി ഞാൻ അങ്ങനെ നോക്കി നിൽക്കാറില്ല. പക്ഷേ വൈശാട്ടൻ വേറെ ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്ത് അല്ലുട്ടൻ്റെ മുടിയൊക്കെ സെറ്റാക്കി കൊടുത്ത് അങ്ങനെ കണ്ടോ തുമ്പമ്മയ്ക്ക് ഈ ഉടുപ്പാണ് ഇട്ട് കൊടുത്തത്. എനിക്ക് മറ്റേന് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല കേട്ടോ. പിന്നെ ഏട്ടൻ്റെ ആഗ്രഹമല്ലേ, ഏട്ടൻ ഇട്ട് കൊടുക്കട്ടെ. അയ്യോ എനിക്ക് വയ്യായിരുന്നു. ഞാനിങ്ങനെ അയ്യോ അമ്മയെന്ന് പറഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഏട്ടൻ പറഞ്ഞു എടി ഇങ്ങനെ ആയിക്കൊണ്ട് പോകണമെന്ന്. പക്ഷേ എനിക്ക് പോകാണ്ടൊരു നിവൃത്തിയില്ലേ, അത് കിട്ടിയിട്ടില്ലേ ശരിയാവില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ പോകണം എന്ന് പറഞ്ഞാൽ ഞങ്ങളങ്ങനെ ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ ഇറങ്ങാൻ നേരത്ത് തുമ്പിക്ക് എന്തോ ഒരു ആവശ്യം ഉണ്ടായിട്ട് പിന്നെ അതാ പോയി കുട്ടി തിരിച്ചു വന്നേ. ഇവളും നല്ല മൂഡിലൊന്നും അല്ല സംഭവം. ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടില്ല ഇവരെ മൂഡ് നന്നായി മാറും. പക്ഷേ ഇവളാണിപ്പോൾ 2 ദിവസമായിട്ട് നേരത്തെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ആ പനി കഴിഞ്ഞതിന് ശേഷം ഇവൾക്ക് നല്ല ക്ഷീണമുണ്ട് കേട്ടോ. അതുകൊണ്ട് അപ്പോൾ ഇനിയിപ്പം നമ്മൾ നേരെ രജിതേച്ചിൻ്റെ അടുത്ത് പോയിട്ട് സ്റ്റിച്ച് ചെയ്യാനൊക്കെ കൊടുക്കണം. സ്റ്റിച്ച് ചെയ്യാനൊക്കെ കൊടുത്ത് അവിടെ നിന്ന് ചെയ്ത് വാങ്ങിച്ചിട്ട് വേണം തിരിച്ചു വരാൻ. എന്താ വെച്ചാൽ എനിക്ക് പ്രൊമോഷൻ്റെ വർക്കൊക്കെ ചെയ്ത് പെൻഡിങ് അല്ലേ, അപ്പോൾ അതൊക്കെ ചെയ്ത് കൊടുക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെയ്ത് വാങ്ങിക്കണം. അപ്പോൾ വൈശാട്ടൻ പറഞ്ഞു അവിടെ അത്രയും നേരം നിൽക്കാൻ വയ്യടി, നീ ഇപ്പോൾ എല്ലാം പറഞ്ഞു കൊടുത്ത് വെക്ക്, ഞങ്ങൾക്ക് അച്ചച്ചനെ കാണാൻ പോകണം. കാരണം ഓണത്തിൻ്റെ ആ സമയത്ത് തന്നെ അച്ചച്ചൻ്റെ അടുത്ത് പോയിട്ട് അച്ചച്ചന് ഭയങ്കര സങ്കടവും പറച്ചിലൊക്കെ ആയിരുന്നു. അപ്പോൾ അച്ചച്ചൻ വിളിച്ച് വാ എന്ന് പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ വെച്ചെന്നാൽ അച്ചച്ചനെയും കൂടെ കാണാൻ പോകണം. അപ്പോൾ രജിതേച്ചിൻ്റെ അടുത്ത് പോയി അവിടെ സ്റ്റിച്ച് ചെയ്യാനുള്ളതൊക്കെ കൊടുത്ത് പറഞ്ഞ് ഏൽപ്പിച്ച് നേരെ അച്ചച്ചൻ്റെ അടുത്ത് പോയി അച്ചച്ചനെയൊക്കെ കണ്ടിട്ട് വരാം എന്നുള്ള പ്ലാനിലാണ് ഇപ്പോൾ ഇറങ്ങുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഗൈസ്. വണ്ടി കയറിയിട്ടുണ്ടെങ്കിൽ ഞാൻ പവനായി ശവമായി എന്ന് പറഞ്ഞാൽ കിടന്നുറങ്ങാനുള്ള പ്ലാനായിരുന്നു. പക്ഷേ വേദന കാരണം അതൊന്നും നടന്നില്ല. അങ്ങനെ രജിതേച്ചിൻ്റെ അടുത്തൊക്കെ കൊടുത്തു കേട്ടോ. അതാണ് രജിതേച്ചിൻ്റെ വീട്. ഇനി നമ്മൾ പോവുകയാണ്, അച്ചച്ചൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അച്ചച്ചൻ ഇപ്പം കമ്പാരിറ്റീവ്ലി കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു. പിന്നെ നമ്മളെ കാണുമ്പോൾ അച്ഛന് ഭയങ്കര സന്തോഷമാണ് മക്കളെയൊക്കെ കാണുമ്പോൾ. അപ്പോൾ മക്കളെ കൊണ്ടുപോകാതെ പോകാനും പറ്റില്ലല്ലോ. എന്നാൽ അല്ലൂട്ടൻ ക്ലാസ് പോയ സമയത്ത് ഞങ്ങൾക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായപ്പോൾ ഏട്ടനതാ പറഞ്ഞു മക്കളില്ലാണ്ട് പോയിട്ടില്ല അച്ഛൻ ശരിയാക്കും, മക്കളെയും കൊണ്ട് തന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് അന്നത്തെ പോക്ക് മാറ്റി വെച്ചേട്ടോ. ഇവിടുത്തെ ക്ലൈമറ്റ് കാണാൻ നല്ല രസമാണ് കേട്ടോ. വൈകുന്നേരം ആകുമ്പോൾ രജിതേച്ചിൻ്റെ വീടിൻ്റെ മുന്നിൽ നല്ല ഭംഗിയാണ്. ഞാൻ ഇതിലൊക്കെ നടന്നാണ് പോകാറ് നോർമലി. അങ്ങനെ നമ്മൾ വല്യച്ഛൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. വയലാണ് കേട്ടോ, 2 സൈഡ് നടുക്കിൽ റോഡാണ്. അപ്പോൾ അതാണ് ഈ ഒരു വ്യൂ നിങ്ങളിവിടെ കാണുന്നത്.
അച്ചച്ചനും അമ്മച്ചിയും ഒക്കെ ഇവിടെയാണ്. അമ്മച്ചീന്ന് ഞാൻ അച്ചമ്മ എന്ന് വിളിക്കാൻ കിട്ടാത്തതുകൊണ്ട് ഞാൻ അമ്മച്ചീന്ന് വിളിച്ചുകൊണ്ട് അതിന് ശേഷം വന്ന അപ്പു ആണെങ്കിലും ശ്രീതുവും അമ്മുവും എല്ലാവരും അമ്മച്ചീനെ അമ്മച്ചീന്നാണ് കേട്ടോ വിളിച്ചത്. അപ്പം അമ്മച്ചി അച്ചച്ചനൊക്കെ ഇവിടെയാണുള്ളത്. ഞങ്ങളിതാ കയറി എല്ലാവരോടും വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ അമ്മൂട്ടിയുടെ കാര്യമായിട്ട് ചായ ഉണ്ടാക്കുന്നുണ്ട്. ഓ എൻ്റെ പൂച്ചേച്ചി ഇനി ഇതൊന്നും ഇടല്ലേ എന്നാണ് ഓളെ വർത്താനം കേട്ടോ. അതാണ് ഇപ്പം പറഞ്ഞത്. അങ്ങനെ ഞങ്ങളിത് അച്ചച്ചനോടൊക്കെ നീ പോവാന്നൊക്കെ പറഞ്ഞ് യാത്രയൊക്കെ പറഞ്ഞ് പോരുകയാണേ. അച്ചച്ചനെ അല്ലൂട്ടനെ കണ്ടപ്പോൾ തൊട്ട് പറയേണ്ട ഓന് നല്ലോണം എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണോ, നല്ലോണം മെലിഞ്ഞിക്കുന്ന സംഭവം, നല്ല ക്ഷീണം പിടിച്ചിട്ട് കേട്ടോ. അല്ലും തുമ്പിയൊക്കെ അതേ പനി കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല സൈഡായിട്ടുണ്ട്. അങ്ങനെ അവരോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ്. എല്ലാവരും ഉണ്ടായിരുന്നേ. വല്യമ്മയുടെ അമ്മയും അച്ഛനും അതാ അവിടെ ഇരിക്കുന്ന അമ്മച്ചിയാണ്, അമ്മൂട്ടിയുണ്ട്, എല്ലാവരും ഉണ്ടായിരുന്നു. വല്യച്ഛനും ഉണ്ടായിരുന്നു. വല്യച്ഛൻ വന്ന് ഞങ്ങളോട് പുറത്ത് പോകാമെന്നൊക്കെ പറഞ്ഞ് വല്യച്ഛനും പോയതാണ്. അങ്ങനെ ഞങ്ങൾ ഇതാ തിരിച്ചു പോരുന്ന വഴിക്ക് രജിതേശിൻ്റെ അടുത്ത് എത്തിയിട്ട് അടിച്ചത് വാങ്ങണം. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഷീലേച്ചിൻ്റെ വീട്ടിലേക്കാണ്. ഷീലേച്ചി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഉഷമ്മേൻ്റെ അനിയത്തി, നിങ്ങൾക്കറിയാലോ ഉഷമ്മേനെ പോലെ തന്നെ ഉണ്ട്. ഇത് ട്വിൻ സിസ്റ്റർ ആണോ എന്നൊക്കെ നിങ്ങൾ മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഷീലേച്ചിൻ്റെ അടുത്ത് എത്തി. പിന്നെ അത് അല്ലും തുമ്പിക്കാർന്ന് കളിക്കണം. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കിടന്നിട്ടോ. എനിക്ക് അത്രയും സൈഡായിട്ടുണ്ട്. പിന്നെ ഇവർ അച്ഛനും മക്കളും ടി വി കാണലോ, ഏട്ടൻ എന്താ കുറേ പലഹാരത്തിൻ്റെ പൊതിയൊക്കെ കൊണ്ടുവന്ന് പലഹാരം എടുത്ത് കഴിക്കണം. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരെല്ലാം ഇങ്ങനെ തന്നെയാണ് കേട്ടോ. പലഹാരത്തൊക്കെ എടുത്ത് കൊണ്ടുവന്ന് അതൊക്കെ തീർത്ത് ഇപ്പോൾ സെറ്റാക്കി കൊടുക്കും. അപ്പോൾ ഞാൻ ചോദിച്ചതാ കയ്യിൽ എന്താണെന്ന് കാണിക്കുകയാണ്. ഇപ്പോൾ കണ്ടില്ലേ അതാ പലഹാരത്തിൻ്റെ പൊതിയും ജാഗിരി എന്തൊക്കെയോ കാണിക്കണം, എന്തൊക്കെയോ എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ ബേക്കറിയൊക്കെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മളെ കുഞ്ഞിയും മിഥുനേട്ടനും കൂടെ വന്നത് കേട്ടോ. അത് ഷീലേച്ചിൻ്റെ മോളാണ്. അവളെ കല്യാണത്തിന് വ്ളോഗൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഞങ്ങളിവിടെ വന്നതെന്ന് ഓരോ വിളിച്ച് പറഞ്ഞ് അപ്പം തന്നെ ഓരോ ഇവിടേക്ക് എത്തി. അങ്ങനെ ഇത് നമ്മൾ പിന്നെ എല്ലാവരും അതിന് കണ്ണനും കൂടെ വരണം. അപ്പോൾ ഓനും കൂടെ വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഓൾ പലഹാരമൊക്കെ കൊണ്ട് വരുന്നുണ്ട് അടുത്ത സെറ്റ്. അപ്പോൾ ഏട്ടൻ വന്ന് പറയാം കൊണ്ടുവന്ന് നന്നായി, ഇവിടെ ഉള്ളതൊക്കെ ഞാൻ തീർത്തുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പെങ്ങളെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അളിയൻ എപ്പോഴാണ് കാണുന്നതെന്നാണ് എൻ്റെ ഒരു ഇത്. അതെ ആണ്, ഇപ്പം തന്നെയാണ് കാണുന്നത്. അതിന് ശേഷം ഏട്ടൻ്റെ ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെ മക്കളെ നമ്മളെല്ലാവരും കൂടെ അവിടെ ഇരുന്ന കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ ഷീലേച്ചി ചായയൊക്കെ ഉണ്ടാക്കി തന്ന് ഷീലേച്ചിൻ്റെ സ്പെഷ്യൽ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കിയിരുന്നു ഷീലേച്ചി. അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മളെല്ലാവരും കൂടെ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നിട്ട് അത് ഷീലേച്ചിൻ്റെ ഉണ്ണിയപ്പം ഉണ്ട്, കട്ട്ലേറ്റ്, നെയ്യപ്പം, ആ സാധനത്തെ എന്തോ സാധനമൊക്കെ. പിന്നെ ഷീലേച്ചി ഇതാ കുറച്ച് നേരം തുമ്പിമേനെ ഇങ്ങനെ ചൊറിഞ്ഞോട് നടക്കട്ടോ. തുമ്പീൻ്റെ വായിന്ന് ഇങ്ങനെ വർത്താനം കഴിക്കാൻവർക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാട്ടോ. തുമ്പിയാണെങ്കിൽ അങ്ങനെ ഓൺ ദ സ്പോട്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുമല്ലോ. ആരെയാ മോള് എന്ന് നിങ്ങൾ പറയും. സത്യം ഓൾ നല്ലോണം പറയും. ഓൾ പറയും ഞാൻ മഞ്ഞൊടിയിലെ കുട്ടിയാണ്, മഞ്ഞൊടിയിലെ സീലേച്ചിനെ എനിക്ക് ഇഷ്ടം. ഓൾ സീലേച്ചിന്ന് വിളിക്കാം. മഞ്ഞൊടി ഷീലേച്ചിനെ എനിക്ക് ഇഷ്ടമാണ്. അത് പിന്നെ കണ്ണൻ്റെ റൂമാണ് കേട്ടോ. DJ പാർട്ടിക്ക് സെറ്റ് ചെയ്ത് വെച്ച പോലെ ഉണ്ടായിരുന്നു ചെക്കൻ സെറ്റ് ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ അതിൽ പാട്ടൊക്കെ വെച്ചെടുത്ത് അല്ലും തുമ്പിയും ഒക്കെ തുള്ളലായിരുന്നു. എനിക്ക് തുള്ളാൻ പോയിട്ട് ഇരിക്കാൻ പോലുള്ള ആവതില്ലായിരുന്നു. സൈഡായിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോഴും ഞാൻ ഓക്കെ ആയിട്ടില്ല. ഇപ്പോഴും ഞാൻ വയ്യാണ്ട് കിടന്നുകൊണ്ടാണ് ഈ വോയിസ് ഓവർ ചെയ്യുന്നത്. കാരണം ഇത് എത്ര വെച്ചിട്ട് അങ്ങനെ എൻ്റെ ഫോൺ ഇപ്പോൾ പ്രസവിക്കും ഗൈസ്. അത്രയും വീഡിയോ ഇതിലെടുത്ത് വെച്ചിട്ടുണ്ട്, എഡിറ്റ് ചെയ്യാണ്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പയ്യെ എനിക്ക് ഇച്ചിരി തല പൊങ്ങുമ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ തുമ്പീൻ്റെ അല്ലോട്ടൻ്റെ ഒരു മാർഗ്ഗമില്ലാത്ത കളിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം പിന്നെ മന്തിയൊക്കെ ഓർഡർ ചെയ്ത് നമ്മളാടുന്ന് മന്തിയൊക്കെ കഴിച്ചിട്ടൊക്കെയാണ് പോകുന്നത് ഗൈസ്. പക്ഷേ മന്തി എന്നിങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഞാനൊരു മന്തി ലവറല്ല. എനിക്കെന്താ അറിയില്ല, മന്തി തീരെ ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് സദ്യ, ബിരിയാണി, ഫ്രൈഡ് റൈസ് ഒക്കെ ഓക്കെ, പക്ഷേ മന്തി എനിക്കിഷ്ടമല്ല. നിങ്ങൾക്ക് ഇഷ്ടമാണോ? എന്നെപ്പോലെ മന്തി ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഇരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അല്ലൂട്ടൻ പഠിക്കാനുള്ള കാര്യങ്ങളാണ് ഈ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് കണ്ണൻ അത്ര ഇഷ്ടമില്ലാത്തത്. കണ്ണൻ പറയേണ്ടേടാ ഈ തിന്നുന്ന സമയത്ത് ഈ പഠിക്കുന്ന കാര്യം പറയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളായിരിക്കും അല്ലൂട്ടൻ ഭയങ്കര പഠിപ്പിയാന്ന്. അല്ല, ആരെയും കാണുമ്പോഴുള്ള ഒരു ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് അവൻ പറയുന്നതാണ് കേട്ടോ. അങ്ങനെ തുമ്പമ്മയും നമ്മളെല്ലാവരും പാടി ഇരുന്നു കഴിക്കുകയാണ്. അപ്പോൾ തുമ്പി ഒക്കെ വേണമെങ്കിൽ മാത്രം കഴിക്കുക. അല്ലൂട്ടൻ തീരെ കഴിക്കില്ല കേട്ടോ. അപ്പോൾ ഭയങ്കര ഭക്ഷണം കുറവാണ്. ഇപ്പോൾ ഞാൻ പുതിയ ട്രിക്കൊക്കെ പരീക്ഷിക്കുന്നുണ്ട് അവരെ ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് പാളും എന്നാണ് തോന്നുന്നത്. കാരണം ഇന്ന് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നൈസായിട്ടൊന്ന് പാളിയിട്ടുണ്ടായിരുന്നു. എന്താണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഈ സമയത്ത് നന്നായി ഭക്ഷണം കഴിക്കുന്നത്, പക്ഷേ എനിക്ക് വയ്യായിരുന്നു, അതുകൊണ്ട് അധികമൊന്നും കഴിക്കാൻ പറ്റിയില്ല. പിന്നെ മന്തി ഇഷ്ടമില്ലാത്തതും കൂടി ആയിരിക്കും. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ പിന്നെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ പറയാം, ബസ്സിൽ അഗീഷേട്ടനല്ലേ ഇത് എന്നെല്ലാവരും ചോദിക്കുന്നൊക്കെ പറഞ്ഞ് ഓനെ കുറച്ച് ഇങ്ങനെ ടോപ്പിലിട്ട് കൊടുത്താണ്. അപ്പോൾ നിങ്ങൾ അറിയില്ലെങ്കിലും ചോദിക്കണം, ബസ്സിൽ അഗീഷേട്ടനല്ലേ ഇത് എന്ന് കമൻറ്റിൽ ചോദിക്കണം കേട്ടോ. ചെക്കനൊരു സന്തോഷമായിക്കോട്ടോ. വീഡിയോ കണ്ടില്ലെങ്കിലും കമൻറ്റ് എന്തായാലും നോക്കുന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. അങ്ങനെ നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നേരെ വീട്ടിലേക്ക് വെച്ച് പിടിക്കണം ഗൈസ്. കാരണം ഇനി വീട്ടിൽ പോയിട്ട് എന്നെ കാറിൽ എടുത്തിട്ട് അങ്ങോട്ടേക്ക് വെക്കേണ്ട താമസമേ ഉള്ളൂ കേട്ടോ. ഒതിലായിട്ടുണ്ട് എൻ്റെ അവസ്ഥ. അത്രയും സൈഡാണ്. തുമ്പമ്മ അല്ലൂട്ടനെ കാടെത്തുമ്പോഴത്തേക്ക് ഉറങ്ങുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ പോകുന്നത്. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ വേറൊരു കുഞ്ഞുവാവ കിടന്ന് ഉറങ്ങുന്നത് കണ്ടോ. എന്തൊരു ഉറക്കാല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണാൻ ടാറ്റാ.